വെൽക്കം ബാക്ക് ടു ദ ചാനൽ മസ്റ്റ് ലേൺ. പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മളിന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത് പേഴ്സൻറ്റേജിൻ്റെ ഫോർമുലാസും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുകൾ പറ്റിയിട്ടുമാണ്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബേസിക് 1 ആയിട്ട് ഒന്നുണ്ട്. ഒരു സാധാരണ ഭിന്നത്തെ ശതമാനമാക്കി മാറ്റുവാൻ 100 കൊണ്ട് ഗുണിക്കുക. ഇത് 1/4 എന്നുള്ളതിനെ ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ 1/4 ഇൻറ്റു 100% പറഞ്ഞാൽ 25% ആവും വരിക. 1/4 പെർസെൻറ്റേജിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/4 ഇൻറ്റു 100/4 എന്ന് ചെയ്തു. അതാണ് 25%. ദെൻ 25% ആയിട്ട് വരിക. ദെൻ രണ്ടാമതായിട്ട് വരുന്നതാണ് ഒരു ശതമാനത്തെ സാധാരണ ഭിന്നമാക്കി മാറ്റുവാൻ 100 കൊണ്ട് ഹരിക്കുക. ഇങ്ങനെ ഒരു ശതമാനത്തെ സാധാരണ ഭിന്നമാക്കി മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക. അത് 20%നെ എങ്ങനെ ഭിന്നമാക്കി മാറ്റുക എന്ന് വെച്ചാൽ 20% 20/100 എന്നാണ്. പറഞ്ഞാൽ 1/5 വരും. 1/5 ദാറ്റ് 1/5 100 കൊണ്ട് ഹരിക്കുക. ദെൻ മൂന്നാമത്തെ ബേസിക്സ് ആയിട്ട് വരുന്നതാണ് ഒരു സംഖ്യയുടെ X% കൂടുകയും അതിനുശേഷം X% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ A²/100% കുറവുണ്ടാകും. ഒരു സംഖ്യയുടെ X% കൂടുകയും അതിനുശേഷം X% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ X²/100% കുറവുണ്ടാവും. X²/100% കുറവുണ്ടാവും. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മൾ പ്രോബ്ലം വരുമ്പോൾ ചെയ്യാം. ജസ്റ്റ് ബേസിക്സ് 4 ആണ്. അതിൽ എക്സിൻ്റെ Y% വൈയുടെ X% തുല്യമായിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയേണ്ടത്. എക്സിൻ്റെ Y% വൈയുടെ X% തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും പറയും. ജസ്റ്റ് മനസ്സിലാക്കുക. ദെൻ ബേസിക്സ് 5 എയുടെ ശമ്പളം ബിയേക്കാൾ X% കൂടുതലായാൽ ബിയുടെ ശമ്പളം എയേക്കാൾ X/100 + X ഇൻറ്റു 100% കുറവായിരിക്കും. ഇത് എയുടെ സാലറി ബിയേക്കാൾ X% കൂടുതലായാൽ ബിയുടെ ശമ്പളം സാലറി എയേക്കാൾ എത്ര കുറവായിരിക്കും എന്നാണ്. അത് പറഞ്ഞാൽ X/100 + X ഇൻറ്റു 100% കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആൻഡ് ഫോർമുലാസാണ്. ജസ്റ്റ് എല്ലാവരും നോട്ട് ചെയ്യാം. എയുടെ ശമ്പളം ബിയേക്കാൾ X% കൂടിയാൽ ബിയുടെ ശമ്പളം എയേക്കാൾ X/100 + X ഇൻറ്റു 100% കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് എയുടെ ശമ്പളം ബിയേക്കാൾ X% കുറവായാൽ ബിയുടെ ശമ്പളം എയേക്കാൾ എത്ര % കൂടുതലായിരിക്കും എന്നാണ്. ഏത് വെച്ചാൽ X/100 - X ഇൻറ്റു 100% കൂടുതലായിരിക്കും. 100% ആണ് കൂടുതലായിരിക്കുന്നത്. എങ്ങനെ വെച്ചാൽ എയുടെ ശമ്പളം ബിയേക്കാൾ X% കുറവായാൽ ബിയുടെ ശമ്പളം എയേക്കാൾ X/100 - X ഇൻറ്റു 100% കൂടുതലായിരിക്കും.
എക്സ് ഡിവൈഡ് ബൈ 100 മൈനസ് എക്സ് ഇൻറ്റു 100% കൂടുതലായിരിക്കും. ജസ്റ്റ് ഈ ഫോർമുലാസൊക്കെ ഓർമ്മ. ദെൻ നെക്സ്റ്റ് ബേസിക് 7 ആണ്. ഒരു സംഖ്യയുടെ എ% കൂടുകയും തുടർന്ന് B% കൂടുകയും ചെയ്താൽ സംഖ്യയിൽ വർധനവ് എത്ര ഉണ്ടാവുകയെന്ന് ചോദിച്ച്. അത് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് AB ഡിവൈഡ് ബൈ 100% വർധനവുണ്ടാവും. എങ്ങനെ വെച്ചാൽ ഒരു സംഖ്യയുടെ എ% കൂടുകയും തുടർന്ന് B% കൂടുകയും ചെയ്താൽ സംഖ്യയിൽ A പ്ലസ് B പ്ലസ് AB ഡിവൈഡ് ബൈ 100% വർധനവുണ്ടാകും. ദെൻ നെക്സ്റ്റ് 8 ആണ്. ഒരു സംഖ്യയുടെ എ% കൂടുകയും തുടർന്ന് B% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ A മൈനസ് B മൈനസ് AB ഡിവൈഡ് ബൈ 100% മാറ്റമുണ്ടാകും. എത്ര മാറ്റം ഉണ്ടാവും? A മൈനസ് B മൈനസ് AB ഡിവൈഡ് ബൈ 100% മാറ്റം ഉണ്ടാകും. A മൈനസ് B മൈനസ് AB ഡിവൈഡ് ബൈ 100%. ദെൻ 9 ബേസിക്സ് 9 ആണ്. ഒരു സംഖ്യയുടെ എ% കുറയുകയും തുടർന്ന് B% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ എത്ര മാറ്റം ഉണ്ടാവുകയെന്ന് ചോദിച്ച്. അതെന്ന് പറഞ്ഞാൽ A മൈനസ് B പ്ലസ് AB ഡിവൈഡഡ് ബൈ 100% മാറ്റം ഉണ്ടാകും. ഒരു സംഖ്യയുടെ എ% കുറയുകയും തുടർന്ന് B% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ A മൈനസ് B പ്ലസ് AB ഡിവൈഡ് ബൈ 100% മാറ്റമുണ്ടാകും. ദെൻ നെക്സ്റ്റ് നോക്കാം. താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ്.